അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് കോറൽ ഡ്രോ ഇൻ ഫാബ്രിക് ഡിസൈൻ. നമ്മൾ ഫാബ്രിക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറൽ ഡ്രോ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. അതായത് ഫാബ്രിക് ഡിസൈൻ അറിയാലോ, ചിലപ്പോൾ പ്രിൻറ്റുകളാവാം, അല്ലെങ്കിൽ ചെക്സ് ആവാം, സ്ട്രൈപ്സ് ആവാം, ഇങ്ങനെ ഓരോ ഡിസൈൻ പല ഡിസൈനിലാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഫാബ്രിക്കിന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ എങ്ങനെയാണത് കോറൽ ഡ്രോയിലേക്ക് നമ്മൾ അതായത് നമ്മളിപ്പോൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തു, അപ്പം നമുക്ക് അതിനൊരു ചെക്സിൻ്റെ ഒരു ഷർട്ടാണ് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമ്മൾ കോറൽ ഡ്രോയിൽ എങ്ങനെയാണ് ആ ഡിസൈൻ ഫാബ്രിക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഫാഷൻ വേൾഡിൽ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊന്നും നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സൊന്നും ഉപയോഗിച്ചിരുന്നില്ല അല്ലേ, അറിയാലോ. കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറച്ചൊരു കാലഘട്ടത്തിനിപ്പുറമാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അതായത് എല്ലാ മേഖലകളിലും. അപ്പോൾ മോഡേൺ വേൾഡിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഡിസൈനിങ്ങിനൊക്കെ ഒരുപാട് യൂസസ് വരുന്നത്. അപ്പം നമ്മളിപ്പം ഫാഷൻ ഡിസൈനിങ്ങിലും നമ്മളിപ്പം കമ്പ്യൂട്ടർ എയ്ഡഡ് ആപ്ലിക്കേഷൻസ്, അതായത് ക്യാഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കോറൽ ഡ്രോ ഉണ്ട്, ഫോട്ടോഷോപ്പ്, അതൊക്കെ നമ്മളിപ്പം ഫാഷൻ ഡിസൈനിങ്ങിനും കൂടെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് സ്കെച്ചസ് വെച്ച് വരയ്ക്കും, കളേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളൊരു ഡ്രസ്സിന് ഡിസൈൻ ചെയ്ത് കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും ടൈം എടുക്കാണ്ട് ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഡിസൈൻ കുറച്ചും കൂടെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് കമ്പ്യൂട്ടറിലോ അതായത് കോറൽ ഡ്രോയിലൊക്കെ വരച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ നമ്മൾ വിചാരിക്കുന്ന ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോറൽ ഡ്രോ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് കോറൽ ഡ്രോ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ. അതായത് ക്യാഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ക്യാഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആണ്. ഇത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിലാണ് നമ്മൾക്ക് വേണ്ടത്. ക്യാഡ് ഇപ്പം നമുക്ക് നമ്മുടെ മാത്രമല്ല ക്യാഡ് ഉപയോഗിക്കുന്നത് അല്ലേ, സിവിൽ ട്രേഡുകാരും IDD അങ്ങനെയുള്ള ഒരുപാട് എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടേതെന്ന് പറഞ്ഞാൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്രോക്കികൾ, പിന്നെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസ് യൂസ് ചെയ്യുന്നത്. കോറൽ ഡ്രോ ആണ് നമ്മൾ ഒരെണ്ണം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കോറൽ ഡ്രോ ആണ്. അപ്പം കോറൽ ഡ്രോ മാനിക്യൂൻസ് ഒക്കെ ഉണ്ടാക്കുക, അതിൻ്റെ മേളിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഡിസൈനേഴ്സ് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ക്രോക്കി ക്രിയേറ്റ് ചെയ്യാം, അതിൽ ഡിസൈൻ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇടാം. ടെക്സ്റ്റൈൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാം, ഫാബ്രിക് ഡിസൈൻ ചെയ്യാം, പിന്നെ പാറ്റേൺ മേക്കിംഗ് ചെയ്യാം. നമുക്ക് ഒരു എത്ര ക്ലോത്ത് വേണം അതിൻ്റെ ലേഔട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ ഭയങ്കര പോപ്പുലറാണ്, അതായത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പാരൽ ഇൻഡസ്ട്രിയിൽ കോറൽ ഡ്രോ ഒക്കെ. ഇതൊക്കെ ഓരോ ഡിസൈനാണ്, ഫാബ്രിക് ഡിസൈൻസിൻ്റെ ഒരു എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ടൈപ്പ് ഡിസൈനാണ്. അതൊക്കെ നമ്മൾ ഫാബ്രിക്കിൽ അതായത് പ്രിൻറ്റുകൾ കൊടുത്തിട്ടും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തതാണ് കോറൽ പെയിൻറ്റർ. അപ്പം നമ്മുടെ കോറൽ പെയിൻറ്റർ അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതുപോലെ തന്നെ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അപ്പം നമ്മൾ കാണുന്ന ഏതെങ്കിലും ഡ്രോയിങ്സിന് അതുപോലെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ അത് ഫാബ്രിക്കിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഫോട്ടോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് അല്ലേ. വെക്ടർ ആർട്ട് എന്താണെന്ന് പറഞ്ഞു അല്ലേ. വെക്ടർ ആർട്ട് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു, ബിറ്റ് മാപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. പക്ഷേ ഇത് വെക്റ്റർ ഫോമിലായത് കാരണം നമ്മളൊരു ക്ലിയർ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും എഡ്ജസൊക്കെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ എഡ്ജസൊക്കെ നമ്മൾ എൻലാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടില്ല. ഒരു വെക്റ്റർ ഫോമിലാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അത് കാരണം കോറൽ ഡ്രോ കുറച്ചും കൂടി മറ്റേതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫിൽ ടൂൾ ഉണ്ട്, ഒക്കെ നമുക്ക് ചെയ്തിട്ട് പുതിയ പുതിയ ഡിസൈൻസ്, പുതിയ പ്രിൻറ്റുകൾ ഒക്കെ നമുക്കിതിൽ ടെക്സ്റ്റേഴ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നൊരു ഇതാണെന്ത് സോഫ്റ്റ്വെയർ ആണെന്ത് പെയിൻറ്റർ, കോറൽ പെയിൻറ്റർ. അതുപോലെ തന്നെ നമ്മുടെ
ഡിഫറെൻറ്റ് പാറ്റേൺസ് ടെക്സ്റ്റൈൽസ് ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് നമുക്കിപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കളറിനെ നമ്മൾ മാറ്റി നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കണ്ടു വിചാരിക്കും, പക്ഷെ അതിൻ്റെ പോലെ നമുക്ക് വേറൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പുതുതായിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഇൻസ്പിറേഷൻ എടുത്തിട്ട് നമുക്ക് പുതുതായിട്ട് ഡിസൈൻസൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് കളർ കൊണ്ട് ചെയ്ത് ഒക്കെ ആവുമ്പം നമുക്ക് ഒരുപാട് ടൈമൊക്കെ വരും. പക്ഷേ നമ്മളിത് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസിയർ ആവും അല്ലേ. നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ടെക്സ്ചേഴ്സ് വരയ്ക്കണം, പക്ഷേ ടെക്സ്ചർ വരച്ച് നമ്മളത് എന്താണ് ആ ഒരു രീതിയിലാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് നല്ല സ്കില്ല് വേണം. പക്ഷേ ഇതിലാവുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമുക്ക് ചില ടൂൾസ് ആണല്ലോ, ഡിഫറെൻറ്റ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു വരയ്ക്കാനുള്ള സ്കില്ലില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പം നന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതൊരു ഫോട്ടോ പെയിൻറ് ചെയ്തിരിക്കുന്നതാണ്. കോറൽ ഡ്രോയിൽ ഒരു നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതാണ് റിപ്പീറ്റ് ഡിസൈൻ. റിപ്പീറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു പ്രിൻ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പ്രിൻ്റ് ആണെങ്കിൽ നമ്മൾ ആ സെയിം ഡിസൈൻ തന്നെയായിരിക്കും നമ്മളെ ഫുൾ ഫാബ്രിക്കും ചിലപ്പം സെയിം ഡിസൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം, അതായത് ഒരു സ്ക്വയർ പോർഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഫുൾ ഫാബ്രിക്കിലും വരുന്നത്. ചിലപ്പോൾ ഫുള്ളായിട്ട് വരണമെന്നില്ല, ഏതെങ്കിലും ഒരു വൺ സൈഡ് മാത്രം, അതായത് ടോപ്പ് പോർഷൻ ഇല്ല ബോട്ടം മാത്രം ആ ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഡിസൈൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഇത്ര വേണം അതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഡിസൈൻ റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത്, പിന്നെ അത് വേർട്ടിക്കലായിട്ടാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടാണോ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടത് ഡിസൈന്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ഒന്ന് വരച്ചു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണോ വേണ്ടത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് പാറ്റേൺ പോലത്തെ ചെക്സ് സ്ട്രൈപ്സ് എന്നൊക്കെ അറിയില്ല, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അത് അല്ലേ, അത് വിട്ടല്ലല്ലോ. ചെക്സും സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ചെക്സും സ്ട്രൈപ്പൊക്കെ കണ്ടിന്യൂസ് ആണ്, പക്ഷേ എന്തെങ്കിലും ആനിമൽ അല്ലെങ്കിൽ ബേർഡ് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റൊക്കെ ആണെങ്കിലോ അത് നമ്മൾ ഒരെണ്ണം വരച്ചിട്ട് ചിലപ്പം വേറെ ഒരു ഇതിലായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കും നമ്മളത് വരയ്ക്കുന്നത് അല്ലേ. പിന്നെ ഇത് ചെക്സും സ്ട്രൈപ്സിനും അറിയാമല്ലോ, ലൈൻസാണ് നമ്മൾ വേർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് വരച്ചാലേ ആ ചെക്സ് ആവുന്നുള്ളൂ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പൊന്നും വിടുന്നില്ല ചെക്സിനൊന്നും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പാറ്റേൺസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഡിസൈൻ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു സ്ക്വയർ നമ്മൾ ഇതിൽ വരച്ചിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താലോ സെയിം പോലെ വരും, പക്ഷേ ഹാഫ് ഡ്രോപ്പ് റിപ്പീറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ വരച്ചത് ഇവിടെ ആയിട്ട് അങ്ങനെ വിട്ടിട്ട് അല്ലേ, ഹാഫ് ഡ്രോപ്പ് റിപ്പീറ്റ്. ഇത് സെയിം ആയിട്ട് വരുന്നില്ല അല്ലേ, ഇവിടെ വരച്ചതിന് നേരെയല്ല ഇവിടെ വരുന്നത്, കുറച്ച് താണിട്ട് അങ്ങനെയല്ലേ. അപ്പോൾ ഇതിലാണെങ്കിലോ ഇവിടെ വരച്ചിരിക്കുന്ന ഡിസൈൻ തന്നെയല്ല താഴെ വരുന്നത്, ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ വരുന്നുള്ളൂ, പിന്നെ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബ്രിക്കാണ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഇഷ്ടികക്കട കല്ലൊക്കെ പോലെ ഇത് ബ്രിക്കിൻ്റെ ഒരു റിപ്പീറ്റ് പാറ്റേൺ. അപ്പോൾ പല ടൈപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും പാറ്റേൺ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് ഡിസൈൻ നമ്മൾ കോറൽ ഡ്രോയിൽ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിക്ക് അറേഞ്ച്മെൻറ്റ് അതൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് അറേഞ്ച്മെൻറ്റ്, സ്റ്റെപ്പ്, അതൊക്കെ നമുക്ക് പല ഇതിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. കളർ ഫില്ല് ചെയ്യാനുള്ള ഫിൽ ടൂള്, റെക്റ്റാങ്കിൾ ടൂള്, എലിപ്സ്, നമ്മൾ ബ്ലെൻഡ് ടൂളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു അല്ലേ. എങ്ങനെയാണ് ആ ഒരു ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒരു ഷാഡോ പോലെയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, കോറൽ ഡ്രോയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾ
പല ഷേപ്സ് എടുത്ത് എന്നിട്ട് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഇപ്പം ഫാബ്രിക് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് ആ ഫാബ്രിക്, അതായത് ആ ഒരു ക്ലോത്തിൻ്റെ ടെക്സ്ചർ നമ്മളിവിടെ കൊണ്ടുവന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂ ആയി ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ ആ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫാബ്രിക് ഒരു പേപ്പർ എടുത്ത് ഈ ഒരു ഡിസൈൻ വരച്ചു, പിന്നെ നമ്മൾ പറയും ഇവിടെയാണ് ആ ഡിസൈൻ. അതെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അല്ലേ, അത് നമുക്ക് വരച്ചുണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ ഇത് സോഫ്റ്റ്വെയർ ആകുമ്പോഴോ നമുക്ക് ഫുൾ ഗാർമെൻറ്റ് തന്നെ നമുക്ക് അവിടെ വരച്ചിട്ട് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു പാറ്റേൺ വരച്ച് കഴിഞ്ഞാൽ ആ ഗാർമെൻറ്റ് ഫുൾ അതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റൊരു സ്റ്റെപ്പിൽ ഒറ്റൊരു ടൂൾ വെച്ചിട്ട് നമുക്ക് അത് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റേതാണെങ്കിലോ നമ്മൾ പേപ്പറിലാണെങ്കിലും നമ്മൾ ഈ ഡിസൈൻ ഫുള്ളും വരച്ചുണ്ടാക്കണം. ആ റിപ്പീറ്റ് ചെയ്യുന്ന ഡിസൈൻസ് മൊത്തം വരച്ചുണ്ടാക്കണ്ടേ. ഇതിലൊരെണ്ണത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസൈൻ നമുക്ക് കോപ്പി ചെയ്ത് മൊത്തമാക്കാൻ പറ്റും എങ്ങനെയാണോ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ് നമ്മൾ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഫാബ്രിക് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെയും വീഡിയോസ് ഇടാം. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.